can't see through the windows, I can't hear through the walls, but I can't live in the middle, afraid of it all. I just need to feel the sun against my skin, 'cause I'm done with the cold. Go where nothing keeps the air from rushing in, so my heart can breathe again. Been fighting with the rivers and blinded by the storms, but I can see the flicker from underneath the door. I'm ready for a life where nothing holds me back. Oh, it's all that I need. Surrounded by the promises I know I have, where my heart can breathe again. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിലാമേ. ശ്രേഷ്ഠനായുള്ള പിതാവേ, വീടുനാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മോട്ടവും എന്നേക്കും അങ്ങരാവുന്നു. അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. ആകാശങ്ങളിൽ മൂന്ന് നിറഞ്ഞു പറയുന്ന സ്തുതിയിലെ അലീനയുടെയും റൂപന്റെയും മനസ്സമ്മതത്തെ സമർപ്പിച്ച് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുന്നതിനുള്ള അനുഗ്രഹം തരണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമുണ്ട്. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരികരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 ആളും കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു.
ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. Been fighting with the rivers and angered by the storms, but I can see the flicker from underneath the door. I'm ready for a life where nothing holds me back. Oh, it's all that I need. Surrounded by the promises I know I have, where my heart can breathe again. I can see now. I'm so close. I can exhale. I can let go. My heart can breathe.
വിവാഹ വാഗ്ദാനത്തിനായി നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന അലീനയ്ക്കും അതുപോലെ തന്നെ റൂബനും എല്ലാവരും ദൈവാലയങ്ങളുടെ സ്ഥലത്തുകൊണ്ടിരുന്നു. ഏറ്റവും സന്തോഷകരമായ ഈ മുഹൂർത്തത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് 22 പേർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നല്ല ദൈവം അവരെ യോജിപ്പിച്ച് ഒരു കുടുംബമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് നമുക്ക് വിവാഹ വാഗ്ദാനത്തിൽ ആരംഭിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, പരിശുദ്ധൻ പരിശുദ്ധൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധനായ ശിഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്ക് മനുഷ്യവംശത്തിന് നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റെബേക്കായെയും അനുഗ്രഹിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത്യ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും സർവവും രക്ഷയും ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച സുവിശേഷം. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ വച്ചിരുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ ഇതിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്
എൻ്റെ സന്തോഷം നിങ്ങളിൽ ഉൾക്കൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതായിരുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഏറ്റവും സ്നേഹം അലീന, റൂബൻ, അലീനയുടെയും റൂബൻ്റെയും മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും: എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുന്നിൽ മഹത്തരമായ കാര്യമാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള യോജിപ്പ്, അയൽപക്കക്കാർ തമ്മിലുള്ള സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ലയം. റൂബന്റെയും അലീനയുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ സായാഹ്നത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ദൈവവചനം എൻഗേജ്മെന്റ്, വിവാഹ മനസ്സമ്മതത്തിന് വേണ്ടി കത്തോലിക്ക തിരുസഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഈ മദ്ബഹായ്ക്ക് മുമ്പിലുള്ള ആൾക്കാരുടെ മുന്നിൽ എനിക്ക് റൂബനെ വിവാഹം കഴിക്കാൻ മനസ്സാണ് എന്നും എനിക്ക് അലീനയെ വിവാഹം ചെയ്യാൻ മനസ്സാണെന്നും ഇവർ രണ്ടുപേരും പരസ്പരം നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് വിവാഹത്തിന് മനസ്സ് കൊടുക്കുന്ന, പരസ്യമായി എനിക്ക് സമ്മതമാണ് എന്നേറ്റു പറയാൻ കത്തോലിക്ക തിരുസഭ ഒരുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വിവാഹത്തിന് മുൻപായുള്ള വിവാഹ മനസ്സമ്മതം എന്നത്. സഹോദരങ്ങളെ, നമുക്ക് വിവാഹത്തെ കുറിച്ച് ഒത്തിരിയേറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടാകും. റൂബന് നാളിതുവരെ സ്വന്തമായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും തീരുമാനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ അലീനയെയും കുടുംബത്തെയും എനിക്ക് തോന്നുന്നു ഏകദേശം 8 വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഓസ്ട്രേലിയയിലെ മെൽബൺ അടുത്തുള്ള നരയോറൻ എന്ന ഇടവകയിൽ ഞാൻ ഇടവകയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കെ ഇവരുടെ കുടുംബത്തെ എനിക്ക് അന്ന് മുതൽ പരിചയമുണ്ട്. ഐ തിങ്ക് ആഫ്റ്റർ മൈ റിട്ടേൺ സാജൻ ആൻഡ് ഫാമിലി കെയിം ടു നരയോറൻ. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ഇടവകയിൽ അവിടെ ആയിരിക്കുന്നു. Alina, when she came to me to invite for this engagement, she told me, "Father, I have a request." I asked her, "What's your request?" When you give the homily, you may kindly speak a bit in English. ഇച്ചിരി ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ മലയാളത്തിൽ അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടായേക്കാം. അതുകൊണ്ട് മാത്രം please excuse me that I would be switching over to English a bit. ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ ആയിട്ട് ചെയ്തെങ്കിലും നമുക്ക് വിവാഹ മനസ്സമ്മതത്തെ കുറിച്ച് ഇവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാൻ ആഗ്രഹിക്കും. ബാല്യകാല സഖി എന്നു പേരുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായ ഒരു നോവലുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി നായകനായി അതൊരു സിനിമയായി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നായകന്റെ പേര് മജീദ് എന്നാണ്. ക്ലാസ്സിലെ ഏറ്റവും മണ്ടനായ കുട്ടി, ഒന്നും പഠിക്കാത്തവൻ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവനെ ജയിപ്പിച്ചു വിടണമെന്ന് ആഗ്രഹിച്ച് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന സാറ് മജീദിനോട് കണക്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യം ചോദിച്ചു: മജീദെ, ഒന്നും കൂട്ടിയാൽ എത്ര? മജീദ് ചാടി എഴുന്നേറ്റു ഉത്തരം പറയാൻ വേണ്ടിയിട്ട്. ക്ലാസ്സിലെല്ലാവരും നിശബ്ദരായി. മജീദ് പറഞ്ഞു: സാറേ, ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്നാണ്. ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്നാണ്. ക്ലാസ്സിലുണ്ടായിരുന്ന സഹപാഠികളെല്ലാവരും ആർത്തു ചിരിച്ചു മജീദിനെ കളിയാക്കിക്കൊണ്ട്. അധ്യാപകൻ ചൂരലെടുത്തു അവനെ പൊതിരെ തല്ലി. കാരണം കണക്കില് ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്നല്ല. 1 + 1 =
2 എന്നതാണ്. മാത്തമാറ്റിക്സിലാണ് ശരി. പക്ഷെ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ, കുടുംബത്തിൽ, ദാമ്പത്യത്തിൽ മജീദിന്റെ ഉത്തരവാണ് ശരി. ഒന്നും കൂട്ടിയാൽ കുടുംബത്തിലും ദാമ്പത്യത്തിലും ഒക്കെ 2 അല്ല, മറിച്ച് ഇമ്മണി വലിയ ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാളിതുവരെ അലീനയുടെ സ്വന്തമായ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഒരുമിച്ച് സ്വപ്നം കാണാൻ തുടങ്ങുന്നു. ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആരംഭം തിരുസഭാ മാതാവ് നൽകുന്ന ഈ എൻഗേജ്മെന്റ് എന്ന ശുശ്രൂഷയിലൂടെ ആരംഭമെടുക്കുക. ഇതുവഴിയായി ദൈവത്തിന്റെ വഴികളിലൂടെ ഒരുമിച്ച് നടക്കാമെന്നും വിവാഹം എന്ന കൂദാശയിലൂടെ പരസ്പരം ബന്ധിതരായി കുടുംബജീവിതം രൂപം നൽകാം എന്നുമുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഇവര് മനസ്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുൻപിൽ വന്നിരിക്കുക. വിവാഹം എന്ന വാക്ക് ഉണ്ടായത് 2 വാക്കുകൾ കൂട്ടിച്ചേർത്താണ് എന്ന് മലയാളം ശബ്ദ താരാവലി പരിശോധിച്ചാൽ മനസ്സിലാവും. വി പ്ലസ് വാഹം ഈസ് ഈക്വൽ ടു വിവാഹം എന്നാണ് പറയുക. വി എന്ന് പറഞ്ഞാൽ മഹോന്നതമായത്, മഹത്തരമായത്, ഉന്നതമായത് എന്നൊക്കെയാണ് അർത്ഥം. വാഹം എന്ന വാക്കിൽ നിന്നാണ് വാഹനം എന്ന വാക്ക് ഉണ്ടായത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, വാഹം എന്ന് പറഞ്ഞാൽ വഹിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ വി പ്ലസ് വാഹം എന്ന് പറഞ്ഞാൽ ഉന്നതമായതിനെ, ഉദാത്തമായതിനെ വഹിക്കുക എന്നാണ് അർത്ഥം. റൂബന്റെ ജീവിതത്തിൽ ദൈവം കണ്ടു, അലീനയാണ് ഉന്നതമായി, ഉദാത്തമായി, ഹൃദയത്തോട്, മനസ്സോട്, ശരീരത്തോട് ചേരേണ്ടത് എന്ന് ദൈവം അനാദി മുതലേ കണ്ടെത്തിയത് കൊണ്ട് ഇവർ 2 പേരും പരസ്പരം വഹിക്കാൻ, പരസ്പരം വലിക്കാനല്ല, പരസ്പരം വഹിക്കാൻ തയ്യാറാണ് എന്ന് തിരുസഭയുടെ മുൻപിൽ നമ്മുടെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ദൈവത്തിന് വാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. That's what the engagement is all about. വിവാഹത്തിലൂടെ പ്രവേശിക്കുന്നത് ദാമ്പത്യത്തിലേക്കാണ്. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അറിയാം, വിവാഹിതരായ ധാരാളം പേരെൻ്റെ മുമ്പിൽ. ദാമ്പത്യം എന്ന വാക്കും 2 വാക്കുകൾ കൂടിച്ചേർന്നുണ്ടായതാണെന്നാണ് പറയാം. ദം പ്ലസ് പഥ്യം ഈസ് ഈക്വൽ ടു ദാമ്പത്യം എന്നാണ് പറയുക. ദം എന്ന് കേൾക്കുമ്പോൾ തന്നെ ദം ബിരിയാണി. ഈ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത്? കരുവാരിക്കലൊക്കെ കഴിയുമ്പോൾ നമുക്ക് ദം എന്ന് പറഞ്ഞാല് അരിക്കകത്ത് ഇറച്ചിയും വിട്ട് ഒരുമിച്ച് വേവിച്ച് അത് മൂടി വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന വിശിഷ്ടമായ ഒരു ഭക്ഷണ പദാർത്ഥത്തെ വിളിക്കുക ദം ബിരിയാണി എന്ന് വിളിക്കും. ദം എന്ന് പറഞ്ഞാൽ ലയിക്കുക, ഒന്നായി തീരുക എന്നാണ് അർത്ഥം. ദം പ്ലസ് പഥ്യം. പഥ്യം നോക്കുക എന്ന് കേട്ടിട്ടുണ്ട്. പഥ്യം എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യുക എന്നാണ് അർത്ഥം. ത്യാഗം ചെയ്യുക. 2 പേരും പരസ്പരം ത്യാഗം ചെയ്തുകൊണ്ട് ലയിച്ച് ഒന്നായി തീരുക എന്നുള്ളതാണ് ദാമ്പത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ഇനിമേൽ അലീനയോ റൂബനോ 2 പേരല്ല, മറിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ ഒരുമിച്ച് ചേർക്കപ്പെട്ട വ്യക്തികളാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. There is an English poet called John Donne. ജോൺ ഡൺ എന്ന പേരുള്ള ഇംഗ്ലീഷ് പോയറ്റിന്റെ മനോഹരമായ, ഞാൻ PG പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പഠിച്ചിട്ടുള്ള ഒരു കവിതയാണ്, ഒരു പോയം. കോമ്പസ് എന്നാണ് ആ പോയത്തിന്റെ ടൈറ്റിൽ. കോമ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്തുള്ള ഒരു മെഷീനാണ്, നമ്മൾക്ക് ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമാണ് കോമ്പസ് എന്ന് വിളിക്കുക. ഇറ്റ് ഹാസ് ഗോട്ട് 2 needles. ഈ 2 നീഡിലും കൂടെ അതിന്റെ എൻഡില് ഒന്നാക്കി ചേർത്തൊരു സ്ക്രൂ കൊണ്ട് ബന്ധിക്കും. ഇതാണ് വിവാഹം. കോമ്പസിന്റെ 2 സൂചികളായി അലീനയും അതുപോലെ തന്നെ റൂബനും, എന്നാൽ ഇവർ 2 പേരെയും കൂടി ഒരുമിച്ച് ഫാമിലി എന്ന, കുടുംബം എന്ന ഏക രൂപത്തിൽ ബന്ധിക്കുമ്പോഴാണ് ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം ഉണ്ടാവുകയെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. പ്രത്യേക പ്രശ്നം എന്താണെന്നറിയാമോ? ഈ കോമ്പസ് എത്രമാത്രം അകത്തി പിടിച്ച് നമുക്ക് എന്തെങ്കിലും വരയ്ക്കാൻ വേണ്ടി പറ്റുമോ ആ റേഡിയസിന് പുറത്തു പോകാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ്. പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്.
എൻഗേജ്മെന്റ് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടേ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. എന്നാലും വിവാഹത്തിലൂടെ രണ്ടുപേരും ഇനി മുതൽ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് വാക്കു കൊടുക്കുന്നത് വഴി വിവാഹം കുടുംബ ജീവിതത്തിലേക്ക്, ദാമ്പത്യ ബന്ധത്തിലേക്ക് വളരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അത് ഫലദായകമായി തീരുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Therefore, it's a responsibility as well. ഇന്ന് വന്നിരിക്കുന്ന ഇവര്, കല്യാണത്തിന് വരുന്ന ആൾക്കാർ ഇതെല്ലാം കഴിഞ്ഞ് നാനാ വഴിക്ക് കൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ, നിങ്ങൾ രണ്ടുപേരുമായി കഴിയുമ്പോൾ കുടുംബ ജീവിതത്തെ, ദാമ്പത്യത്തെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അത്ര എളുപ്പമാകണം നിർബന്ധമില്ല. It's quite difficult to lead a good, a model life for that matter in today's modern world. Post-truth era എന്നൊക്കെ വിളിക്കുന്നു. അപ്രകാരം സത്യാനന്തര കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിൽ ഒരു നല്ല ഭർത്താവായി, ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല അമ്മയായി, ഒരു നല്ല അപ്പനായി, ഒരു നല്ല കുടുംബനാഥനായി, ഒരു നല്ല കുടുംബനാഥയായി ജീവിക്കുക എന്നൊക്കെ ഉള്ളത് വലിയ പ്രയാസം പിടിച്ച കാര്യമാണ്. എന്നതിനെ എളുപ്പമുള്ളതാക്കി തീർക്കുന്നത് രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, when you come together to make a single decision, that's very important. Until now, Reuben had his own decisions and Alina had her own decisions. Hereafter, you are going to make a decision together. That makes your family going together so smoothly. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സ് കൊടുക്കുന്നത്. എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് മനസ്സ് കൊടുക്കുന്നത് വഴിയായി നമ്മൾ നമ്മളെ തന്നെ ഒരു വ്യക്തിക്ക് മാത്രമല്ല, രണ്ട് കുടുംബങ്ങളിലേക്ക്, രണ്ട് സംസ്കാരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന കാര്യമാണ് വിവാഹത്തിലൂടെ സംഭവിക്കുന്നത്. Therefore, it's a huge responsibility that you are taking up. അതുകൊണ്ടാണ് നമ്മൾ MGC മാരേജ് ഗൈഡൻസ് കോഴ്സ് ഒക്കെ നടത്തുന്നതിന്റെ കാരണം അതാണ്. വിവാഹത്തെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഒക്കെ പരസ്പരം മനസ്സിലാക്കിയിട്ട് വേണം വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ എന്നുള്ളതാണ് തിരുസഭയുടെ സുചിന്തിതമായ തീരുമാനം. Therefore, we have got the marriage guidance courses. And the parents, those who are sitting behind you, ഒരു കൈ അകലത്തില്, വിനോദനും റാണിയും അതുപോലെ സാധന വൈഫൊക്കെ ഇവിടെ അടുത്തിരിപ്പുണ്ട്. ഒരു കൈ അകലത്തിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടാകണം. ഒരു കൈ അകലത്തിൽ നിന്നാൽ മതി. കൂടുതൽ അടുക്കുമ്പോൾ പ്രശ്നമാണ്. ഒരു കൈ അകലത്തിനുണ്ടാവണം. നിർദ്ദേശങ്ങളുമായി, നല്ല മാതൃകയുമായി മാതാപിതാക്കന്മാര് ഒരു കൈ അകലത്തിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള ധൈര്യത്തോടുകൂടെ വേണം ഇവർ മുൻപോട്ട് പോകാൻ. അതിനുള്ള കൃപ ദൈവം മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അതുപോലെ ഇന്ന് എൻഗേജ്മെന്റിലൂടെ മനസ്സ് അറിയിക്കുന്ന റൂബനും അലീനയ്ക്കും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. We pray that the decision that you have made to make an engagement may be successful. And I would say, more than being successful, be fruitful. To be fruitful in the eyes of God, so that His divine plan shall be fulfilled through the life that you have chosen to be together. ഈ ഡിസിഷൻ അനുഗ്രഹമാകട്ടെ ഇവർക്ക് രണ്ടുപേർക്കും മാത്രമല്ല, ഈ കുടുംബത്തിനും ഈ കുടുംബങ്ങൾക്കും ഇടവകകൾക്കും നിങ്ങൾ ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും അതിനുള്ള കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. എൻഗേജ്മെന്റിന് വന്ന നമുക്ക് എല്ലാവർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളൊക്കെ, ഞാനാണ് എറണാകുളത്ത് നിന്നാണ് വന്നേക്കുന്നത്. ഇപ്പം ഇത്രയും ദൂരം വന്നത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാണ്ട് ഒരു പ്രസംഗമൊക്കെ പറഞ്ഞത് അച്ഛൻ പൊളിപ്പം പ്രസംഗമൊക്കെ പറഞ്ഞു എന്ന് പറയിപ്പിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നല്ല. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റെസ്പോൺസിബിലിറ്റി ആസ് വെൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് മനസ്സ് കൊടുത്ത് വിവാഹം എന്ന ഉദാശയിലൂടെ ആരംഭിക്കുന്ന കുടുംബം ദാമ്പത്യം സന്തോഷകരമാകട്ടെ, അനുഗ്രഹദായകമാകട്ടെ, ഫലപ്രദമാകട്ടെ എന്ന പ്രാർത്ഥന നമ്മുടെ ഒക്കെ മനസ്സുകളിൽ ഉണ്ടാകട്ടെ. Therefore, that His kingdom be glorified. God bless you. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. തോമസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച്
വിവാഹമെന്ന കൂദാശയിലൂടെ അന്നമ്മയെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അന്നമ്മ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ തോമസിനെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹാ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സഭയെ നിർമ്മല വധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ, വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ബലം കൈനീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെയും നാഥനായ മാർ യോസേഫിൻ്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥ്യം ഇവർക്ക് സംരക്ഷണവും സഹായവുമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. ദൈവത്തിൻ്റെ പരിപാലനം നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് നല്ല വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിൻ്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റെബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വിവാഹ വാഗ്ദാനത്തെ സത്യത്തിലും സ്നേഹത്തിലും മനസ്സിൻ്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. I've been a walking heartache, I've made a mess of me. The person that I've been lately ain't who I wanna be, but you stay here right beside me, watch as the storm blows through and I need you. God gave me you for the ups and downs. God gave me you for the days of doubt. For when I think I've lost
God gave me you for the days of doubt. But when I think I lost my way, there are no words left to say. It's true. God gave me you. Gave me you. Gave me you. refreshments, so please enjoy the refreshments as well. Once again, thank you so much for joining with us tonight, and let's together wait for the stars of today's event, Alina and Ruben. Thank you. Requesting you all to kindly please put your hands together and let's welcome Alina and Ruben along with their family members, everyone. So once again, very good evening, ladies and gentlemen. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും തന്നെ ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെ മനോഹരമായ ഒരു ഈവനിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ഈവനിങ്ങിനെ അല്ലെങ്കിൽ ഇവന്റിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന രണ്ട് വ്യക്തികൾ നമ്മുടെ കൂടെ ഓൾറെഡി ഓൺ സ്റ്റേജ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു, Alina and Ruben. So I was actually thinking whether I should give a formal introduction for you guys, because ഇവിടുത്തെ ചേർന്നിരിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു ഫോമൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ ദിവസം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം. All about the very gorgeous bride to be Alina Benu, and she is studying medical sonography and works part-time as an administration officer at a hospital. So ladies and gentlemen, I humbly request you all to kindly give a loud round of applause for this beautiful lady right here, Alina. And Alina, I must say this, you're looking absolutely gorgeous tonight. Now എനിക്ക് തോന്നുന്നു അലീനനെ നമുക്കൊക്കെ കുറച്ചും കൂടെ അറിയായിരിക്കും, പക്ഷേ നമ്മുടെ നാട്ടിലേക്കൊക്കെ പുതുതായി എത്തിയിരിക്കുന്ന ഈ വ്യക്തി ആരാണെന്ന് അറിയാനായിട്ട് കുറച്ചുകൂടി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. So this young handsome gentleman right here is Ruben Sargent, who is working as a rail engineer at ACO. So ladies and gentlemen, I humbly request നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ റൂബനെ നമുക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യാം അല്ലേ. പ്ലീസ് everyone. Ruben, warm welcome to you, and also looking handsome as always, huh? So I know that you guys are a bit nervous, so and എനിക്ക് നിങ്ങൾ ഇതിന് പ്രിപ്പയർഡ് അല്ല എന്നും അറിയാം, but this is a very humble request from my end, because ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾ ഒരു quick and warm welcome കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ that will be a great thing. So can I hand over the mic to you guys for a minute? Thank you all for coming. This isn't, as mentioned, not prepared, but welcome to the night. Yeah, thank you for everyone who came from such long distances. I know there's a lot of people who travelled from very far away. We really appreciate your presence, and yeah, hope you all enjoy the night. Keep us in prayers as we continue our journey to marriage. That's the most important thing. But yeah, tonight let's hope we all have a great time. Thanks. Thank you so much. I know that you were not prepared for this, but still you did an amazing job. Thank you so much for the warm welcome, Ruben. Now, Alina, we expect you to do the same. I think Ruben covered most of it, but yeah, thank you all for coming. It's great to see so many people. There's people that I didn't expect to see that are here, so it's a really nice surprise to see you all. And yeah, as Ruben said, please keep us in prayers as we journey towards marriage. Thank you.
invite and introduce to you all ഇവരുടെ രണ്ട് പേരുടെ family members, because definitely we know that ഇത്രയും മനോഹരമായ ഒരു event ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ the biggest reason is the support and love they've got from their family members. So let me first invite and introduce to you all Alina's parents. Alina's father, Mr. Pino George, son of Thomas Vargas and Rosamma Vargas, hailing from Idapadil House, Paika. And Amma, Mrs. Kuchurani Thomas, daughter of A.J. Thomas and Rosamma Thomas, hailing from Angivetal House, Velichiani. Uncle and Auntie, I request you to kindly join our stage also, ladies and gentlemen. Please put your hands together for Alina's Papa and Mama. Please everyone, louder. Hello Uncle and Auntie, both of you looking amazing tonight and warm welcome. Now moving on, Karingitilia, we have very special people to invite on stage, but before that, Alina, let me ask you something. For your brothers, what's the perfect title? Like your best friends or your partners in crime? Which one suits them the best? Partners in crime, that sounds amazing. And also Ruben, in Malayalam, there is a saying like, Namlipo brother-in-law എന്നുള്ളത് മലയാളത്തിൽ പറയുവാണെങ്കിൽ you know എന്താന്നുള്ളത് അളിയൻ. So ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മുൻപിൽ let me introduce റൂബന്റെ അളിയന്മാരെ ഒന്ന് പരിചയപ്പെടുത്താം. And that is Alina's elder brother Eben Beno, who has completed his studies in engineering and currently works at Mercedes-Benz. So Eben, could you please join on stage also, ladies and gentlemen? Please put your hands together for this handsome young gentleman in the house, everyone. Hello Eben, all good? And warm welcome to you. Currently, we have one more person to introduce, and that is Alina's younger brother Amal Bino, who is studying mechanical engineering and finance and currently works part-time at an engineering firm. And Amal, could you please join on stage also, ladies and gentlemen? Loud round of applause everyone, please. Hey Amal. Talkalam namukka side lakka. That's your. So, അങ്ങനെ one side complete ആയി നിൽക്കുമ്പോൾ I could hear a tuck sound from the side. Are you nervous? No? കുറച്ച്. പക്ഷെ നമ്മൾ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഇവിടെ നിർത്തിയിരിക്കുന്നതിൻ്റെ ബിഗ്ഗസ്റ്റ് റീസൺ എന്ന് പറയുന്നത് തന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ഇന്നത്തെ ഇവന്റിന്റെ ചീഫ് ഗസ്റ്റിനെ വെൽക്കം ചെയ്യാനായിട്ടാണ്. ആൻഡ് ദാറ്റ് ഈസ് റൂബന്റെ ഫാമിലി മെമ്പേഴ്സ്. ലെറ്റ് മീ ഇൻവൈറ്റ് ഓൺ സ്റ്റേജ് റൂബന്റെ പേരൻസ് ഫസ്റ്റ്. His father, Mr. Sarjan Jose, son of late Joseph Kuterial and late Rosamma Josa. And Amma, Mrs. Liza Sarjan, daughter of Anne Kurian and late TV Kurian, Tirunalathil House. Uncle and Auntie, could you please join on stage also, ladies and gentlemen? Please put your hands together for Ruben, their Papa and Mama. Please, everyone. So, welcome. രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. And I could say ഒരു സ്പെഷ്യൽ സന്തോഷം. സോ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇനിയും കുറച്ച് പേരെ കൂടി പരിചയപ്പെടാനായിട്ടുണ്ട്. ഞാൻ നേരത്തെ അലീനയോട് ചോദിച്ചതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഉണ്ടല്ലോ ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ ടു ഇൻവൈറ്റ്. ആൻഡ് റൂബൻ, എന്താണ് ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ടൈറ്റിൽ കൊടുക്കുക? ക്രൈം പാർട്ട്നേഴ്സ് തന്നെയാണോ? അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അപ്പം എന്താണെങ്കിലും ലെറ്റ് മീ ഇൻവൈറ്റ് ഓൺ സ്റ്റേജ് റൂബന്റെ ബ്രദർ Aaron, who is currently studying engineering. So Aaron, could you please join on stage? Aaron ഫാൻസ് ഉണ്ട് ഇവിടെ അല്ലേ? അങ്ങനെ വരട്ടെ. ഹേ Aaron, how are you? എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? സുഖമായിട്ട് പോകുന്നു അല്ലേ? ഇനി നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാനായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് റൂബന്റെ സിസ്റ്റർ ക്രിസ്റ്റി, who is working as a clinical pharmacist in a hospital. Hey Christy, could you please join on stage also, ladies and gentlemen? Please put your hands together everyone. So I guess Aaron and Christy fans ആണ് ഇവിടെ കൂടുതലും തോന്നുന്നു അല്ലേ? Hey Christy, how are you? And I must say this, you're looking absolutely gorgeous tonight. Great. ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറച്ച് പേര് കൂടി നമ്മുടെ കൂടെ ഇവിടെയുണ്ട്. ഇവരുടെ രണ്ട് പേരുടെയും ഗ്രാൻഡ് പേരൻസ്. സോ അവരെ കൂടി ഒരു അവസരത്തിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത്രയും മനോഹരമായ ഒരു ഇവന്റ് ഇവിടെ നടക്കുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ചടങ്ങുകൾ മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നതിനായി ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് റവറൻഡ് ഫാദർ ഐവാൻ ചാമക്കാലി ഒപ്പം ബിനോയ് ഫിലിപ്പ് സ്വാഗതം ചെയ്യുന്നു.
സ്നേഹപിതാവായ ദൈവമേ, ഈ സുന്ദരമായ സായം സന്ധ്യയിൽ ഞങ്ങൾ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണെന്ന് ഞങ്ങൾ അറിയുന്നു, വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ലോകാരംഭത്തിൽ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് അവനെ സകല ജീവജാലങ്ങളുടെയും അധിപനാക്കിയ ദൈവമേ, അങ്ങ് അരുൾ ചെയ്തല്ലോ, പുരുഷനേകനായിരിക്കുന്നത് നന്നല്ല, അവന് പറ്റിയ ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത കർത്താവേ, ആദത്തിന് ഹൗവയെ സഖിയായി നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് മനസ്സമ്മതത്തിലൂടെ തങ്ങളുടെ മനസ്സിന് കൈമാറിക്കൊണ്ട് വിവാഹത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളായ റൂബനെയും അരീനെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവമേ, ഇവരാരംഭിക്കുവാൻ പോകുന്ന ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കി തീർക്കണമേ. അന്യോന്യം
സമർപ്പിച്ചുകൊണ്ടും പ്രോത്സാഹനം നൽകിക്കൊണ്ടും പോരായ്മകൾ സഹിച്ചും ക്ഷമിച്ചും വളരുവാനും അങ്ങനെ പരസ്പരമായ ധാരണയിലും ഐക്യത്തിലും തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അനുഗ്രഹം ഈ കുഞ്ഞുമക്കൾക്ക് റൂബനും അലീനയ്ക്കും നൽകി അനുഗ്രഹിക്കണമേ. ഒപ്പം ഇവരേറ്റെടുക്കുവാൻ പോകുന്ന ഈ വലിയ ദൗത്യം അവരുടെ അന്ത്യം വരെ വിശ്വസ്തയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ കൃപയും ശക്തിയും അനുഗ്രഹവും നൽകി ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരലിൽ സംബന്ധിച്ചുകൊണ്ട് ആ ദമ്പതിമാരെ അനുഗ്രഹിച്ച നല്ലവനായ ഈശോയെ ഇന്ന് മനസ്സമ്മതം നൽകി വിവാഹത്തിനായി ഒരുങ്ങിക്കൊണ്ട് തങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുവാൻ പോകുന്ന റൂബനെയും അലീനയെയും ധാരാളമായി അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനും കാവൽക്കാരനുമായ വിശുദ്ധ യേശുപിതാവേ, തിരുക്കുടുംബത്തിന്റെ നാഥിയായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ ജീവിത പ്രയാണത്തിൽ ഇവർക്ക് താങ്ങും തണലുമായി ശക്തിയായി നിങ്ങളുടെ മാധ്യസ്ഥ്യം വഴി ഇവരുടെ കൂടെ ഉണ്ടാകണമേ. നമുക്കെല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലവനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇവരെ സമർപ്പിച്ചുകൊണ്ട് ഈ സായം സന്ധ്യയിൽ നമുക്ക് നല്ലവനായ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരുവിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. Please put your hands together. Nallore kaiyadiyama for this beautiful couple here, everyone. Also requesting you to kindly share the sweet. At the same time, രണ്ട് പേരും ചേർന്ന് same time sweet share ചെയ്യണം. ഇതുപോലെ ലൈഫ് ലോങ് എല്ലാ നല്ല മൊമെന്റ്സ് നിങ്ങൾക്ക് ഒരുമിച്ച് ഒരുപാട് സ്നേഹവും സന്തോഷത്തോടെ ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ ഞാൻ ആത്മാവായി പ്രാർത്ഥിക്കുന്നു, wish ചെയ്യുന്നു. I humbly request Alina to kindly share the sweet with him. There goes my heart beating, 'cause you are the reason I'm losing my sleep. Please come back now. There goes my mind erasing, and you are the reason that I'm still breathing. I'm hopeless now. I'd climb every mountain and swim every ocean just to be with you and fix what I've broken. Oh, 'cause I need you to see that you are the reason. There goes my hand shaking, and you are the reason. My heart keeps bleeding. I need you now. If I could turn back the clock, I'd make sure that
होगी 1 to 2 कुड़िए 1 to 2 हो गई मुंडे दी पतंगा वारगी तू एवें उड़दी हो गई मुंडे दी हिलती चलदी टुक टुक टू करदी मेकअप टू करदी Well, girls and boys, cheer up for the very gorgeous Alina and Christy, everyone. Together. Make some noise. पूरा लंदन ठुमकदा हो जदों नचे पैन दी पूरा लंदन ठुमकदा तू घटी बिग बैन दी पूरा लंदन ठुमकदा हो जदों नचे पैन दी पूरा लंदन ठुमकदा Give it up for the handsome boys in the house, everyone. बचना ऐ हसीनो तो मैं आ गया ये बचना ऐ हसीनो तो मैं आ गया हुस्न का आशिक हुस्न का दुश्मन अब नहीं आया मिलना पुरानी दिल्ली में छोड़ आए निशानी दिल्ली में बल्ली मारा से दरी पे तेरी मेरी कहानी दिल्ली में ओह काली कमली वाले को याद करके तेरे काले काले नैनों की कसम खाते हैं ओ तेरे काले काले नैनों की बनाए ले तू तेरे काले काले नैनों को तू आए ले तू मेरी जान का रहना के पास आजा रे आजा रे आजा ओ तेरी बातों में निकालों की खुशबू है ओ तेरा नाम भी कर मैं यकीन ओ तेरी बातों में निकालों की खुशबू है ओ तेरा नाम भी कर मैं यकीन गजरा रे गजरा रे तेरे काले काले नैना गजरा रे तेरे काले काले नैना तेरे नैना जुड़वा नैना तेरे नैना तेरे नैना चमके रहना गजरा रे तेरे काले काले नैना गजरा रे तेरे काले काले नैना मस्ती में तू झूम जा अपना मजा आ यार मस्ती में तू झूम जा मजा है क्या सीटी बजा लुंगी पकड़ के जरा घूम जा ये डांस तेरा देख देख झटके लगे तेज तेज दिल सबका धक धक रंट लगा रे मैं नाचा तो सबको करंट लगा रे नाचा तो सबको करंट लगा रे एक्सीलेंट लगा रे नाचा तो सबको करंट लगा रे കാത്തിരുന്നൊരു ചക്കരക്കുടം കയ്യിലെത്തുമ്പോടം മാടിക്കൊരു ഗോലമാല് ചക്കരക്കുടം വെട്ടു നോക്കി നാക്ക് പൊള്ളിയ ചങ്ങാടിക്കൊരു
ഒരു ഗോലുമാല് आताड़ी आड़ी कबड्डी पाताड़ी पातेंडी पातेंडी पीली कबड्डी पातेंडी काशी पुഴയിൽ വൈകാശി തിങ്കൾ തുണിയിലക്കട തിരയിലക്കട കണ്ടേ കണ്ടേ
നാൾ വരെ കൂടെ കാവലായി കണ്ണേ സ്വപ്നം നീ സ്വന്തം നീയേ, സ്വർഗം നീ സർവം നീയേ. മേഘം വാനിലെങ്കിലും ദൂരെ ദൂരെ മാഞ്ഞുവെങ്കിലും ആഴി ആഴി എത്തുവാൻ മഴയായി വീണ്ടും പെയ്തിറങ്ങുമേ. ഉലകിനോടും പൊറുതിടുമില്ല നിന്നെ നീടാനൊഴുകി तेरे गीले गीले होठों की सरगम पीलो पीने का मौसम तेरे संग इश्क तारी है तेरे संग एक खुमारी है तेरे संग चैन भी मुझको तेरे संग बेआरी है तेरे संग इश्क तारी है तेरे संग एक खुमारी है तेरे संग चैन भी मुझको तेरे संग बेकरारी है ശശികല ചാർത്തിയ ദീപാവലയും കാർത്തിക വർണ്ണാഭരണം
floor, baby. Hit it hard, baby. Rock the party, baby. Patu lengi podi. On the floor, baby. Hit it hard, baby. Rock the party, baby. Patu lengi podi. Kutukku putiya kuppayam. Mudukku mannana kaalatti. Midukki ennude nechil nadukirunnavalane nee. Nadukirunnavalane nee. നടവരമ്പത്തിൽ കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ പടക്ക പീടിക കത്തുന്നേ അരിക്കലത്തിലെ പൊന്നമ്മ കാശ് വെളുപ്പിച്ച പോലെ ഞാൻ ഒതുക്കി വെച്ചത് പുതുക്കം കണ്ടവൻ പറിച്ചെടുത്തത് കണ്ടില്ലേ പറിച്ചെടുത്തത് കണ്ടില്ലേ On the floor, baby, hit it hard, baby, rock the party, baby, patu lengi podi. Right, everyone, cheer up for this amazing bunch of boys and girls in the house. I need all of us to kindly cheer this amazing family here, everyone.
feel without a light. Who'd have thought that we'd break the things we like to find a stone just to bounce across a pond? It's the perfect maze, there's a clue to where the songs. The light comes in the dead of the night. The sentry calls like a photograph with light. The air it comes in the dead of the night. The sentry calls like a photograph with light. Is to live under a spell. Who'd have thought that would turn our home to hell? To find a boat and to float it down the stream. It's the path it takes, that's a clue to many dreams. The light comes in the dead of the night. The sentry calls like a photograph with light. The world caught under yellow sodium lights. Records the air like a memory of night. The air it comes in the dead of the night. The sentry calls like a photograph with light. The world caught under yellow sodium lights. Records the air like a memory of night. Halamati Habibu, Halamati Habibandale, Halamati Habibu, Halamati Habibanda, Halamati Habibu, Halamati Habibandale, Halamati Habibu, Halamati Habibu.
മനോഹരമായിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിൻ്റെ പേരിൽ ഞങ്ങളുടെ കുഞ്ഞാങ്ങളെയാണ്. ബെസ്റ്റ് മോൻ്റെ 1.5 വർഷത്തെ ഒരുപാട് പ്രയത്നങ്ങൾ, ഈ വീട് തീർക്കണം, വിനോദത്തിൻ്റെ അലീനയുടെ പരിപാടിക്ക് ഈ വീട് തീർക്കണം എന്നുള്ള കഠിന അധ്വാനത്തിലായിരുന്നു. രാവും പകലും ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പം പല കാര്യങ്ങളും ഇവിടെ നടന്ന പലതും നമ്മുടെ നാട്ടുകാർ സോജൻ തൊടുകയുടെ ഏഞ്ചൽ കേറ്ററിങ്, അപ്പം പിന്നെ ഇവിടുത്തെ ഡെക്കറേഷൻസ്, മനോഹരമായ ഡെക്കറേഷനും നല്ല ഫുഡ്. ലൗഡൈലിയാണ് ഇവിടുത്തെ ഡെക്കറേഷനും സ്റ്റേജ്, പിന്നെ നമ്മുടെ പെർഫോമൻസ്, വാട്ടർ, മ്യൂസിക്കൽ, ഡ്രം, ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ കോർഡിനേറ്റ് ചെയ്തപ്പം എന്നെല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ബെസ്റ്റ് മോനെ. ഞങ്ങളെല്ലാം വന്ന് സഹകരിച്ചു കൊടുക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. എങ്കിലും ഓൺ ബിഹാഫ് ഓഫ് റാണി ചേച്ചി, വിനോച്ചൻ, അലീന, റൂബൻ, പിന്നെ എബിൻ, അമൽ, എല്ലാവർക്കും വേണ്ടി ബെസ്റ്റ് മോന്, കുടുംബത്തിന്, സ്വപ്നയ്ക്കും സാവനും കുഞ്ഞിക്കിളിക്കും പ്രത്യേക നന്ദി. പിന്നെ ഇവിടെ വന്ന് സഹകരിച്ച ഓരോരുത്തർക്കും, ഓരോ ഫാമിലി മെമ്പേഴ്സിനും, റാണി ചേച്ചിയുടെ സൈഡിൽ നിന്നും, വിനോച്ചൻ്റെ സൈഡിൽ നിന്നും, റൂബൻ്റെ സൈഡിൽ നിന്ന് എല്ലാവരും വന്നു ചേർന്ന് വളരെ നന്നായിട്ട് ചെയ്ത ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും എടപ്പാടി കുടുംബത്തിൻ്റെയും അങ്ങേ വീട്ടിൽ കുടുംബത്തിൻ്റെയും വക പ്രത്യേക നന്ദി ഇവിടെ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അപ്പം വളരെ സന്തോഷം. ഇനി അടുത്തത് ഇവരുടെ കല്യാണം ഓസ്ട്രേലിയ വെച്ചാണ്. വളരെ കുറച്ച് പേർക്ക് ഇവിടുന്ന് പങ്കെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാവരെയും അവർക്ക് വേണ്ടി ഹാർദവമായിട്ട് വെൽക്കം ചെയ്യുന്നു. അടുത്ത ഫെബ്രുവരി 22, 2025 കല്യാണം. അപ്പം നിങ്ങളെല്ലാവരും അവരെ പ്രാർത്ഥനയിൽ ഓർക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഗുഡ് ഈവനിങ് ആൻഡ് താങ്ക് യു വെരി മച്ച്.